മുഖ്യമന്ത്രിക്കെതിരെ PV അൻവർ രംഗത്തെത്തിയത് സ്വയം പ്രഖ്യാപിത കേജ്രിവാൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ സർക്കാരിനോടോ CPM-നോടോ മുഖ്യമന്ത്രിയോടോ എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടോ അഴിമതിക്കെതിരായി പോരാടാനോ വേണ്ടിയല്ല PV അൻവർ MLA ഈ ഒരു വിപ്ലവത്തിന് ഇറങ്ങിത്തിരിച്ചത്. പിണറായി സർക്കാരിനോടും CPM-നോടും എതിരായി രംഗത്തിറങ്ങാൻ അൻവർ ആഗ്രഹിച്ചിരുന്നില്ല. അവരെ സമ്മർദ്ദത്തിലാഴ്ത്തി തന്റെ പിടിവാശി ജയിക്കുക, പോലീസുകാർ താൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നീക്കുക എന്നതായിരുന്നു PV അൻവറിന്റെ ലക്ഷ്യം. എന്നാൽ അദ്ദേഹത്തിന്റെ നീക്കങ്ങളെല്ലാം വെറുതെയായി. അൻവറിന് ഇടതുപക്ഷത്തെ തള്ളിപ്പറഞ്ഞ് രംഗത്തിറങ്ങേണ്ടി വന്നു. പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 20 സീറ്റ് BJP നേടുമെന്നും 25 സീറ്റിൽ CPM ഒതുങ്ങിപ്പോകുമെന്ന് PV അൻവർ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ പിണറായിയോ CPM-ഓ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ കാര്യമാക്കിയില്ല. P ശശിക്ക് പെണ്ണുകേസുണ്ടെന്ന് ആരോപിച്ചപ്പോൾ അത് സ്വന്തം കാര്യം തന്നെയാണ് പറയുന്നതെന്നും സ്വർണ്ണക്കടത്ത് മാഫിയയുടെ ഭാഗമാണ് അൻവർ എന്നും പരസ്യമായി പിണറായി വിജയൻ പറഞ്ഞു. ഇതേ തുടർന്ന് അൻവർ പൊതുസമ്മേളനവുമായി വന്നു. അൻവറിനെ പിന്തുണച്ചുകൊണ്ട് ആയിരങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. അൻവറുടെ ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കുമെല്ലാം സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിലുള്ള പ്രാധാന്യം കിട്ടി. ന്യൂസ് ചാനലുകളിലും പത്രങ്ങളിലുമെല്ലാം അൻവർ നിറഞ്ഞു നിന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആവേശം ഇരട്ടിയായി. അതോടെ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് സർക്കാരിനെ പൂട്ടിക്കുമെന്ന രീതിയിലുള്ള വെല്ലുവിളിയുമായി അദ്ദേഹം രംഗത്തെത്തി. നിലമ്പൂരിലെ സമ്മേളനം വലിയ രീതിയിലുള്ള വിജയം നേടിയപ്പോൾ ആം ആദ്മി പാർട്ടി പോലെ ഒരു പാർട്ടി ഉണ്ടാക്കി അടുത്ത മുഖ്യമന്ത്രിയാവാമെന്ന് പോലും അദ്ദേഹം കരുതി. ഇതിനു മുന്നോടിയായി പല പ്രഖ്യാപനങ്ങളും അദ്ദേഹം നടത്തി. നിലമ്പൂർ സമ്മേളനത്തെ ചുക്കാൻ പിടിച്ച് നിരവധി സമ്മേളനങ്ങൾക്ക് ചുവടുവെച്ചു. എന്നാൽ ഒറ്റ സമ്മേളനത്തോടെ എല്ലാം ചീറ്റിപ്പോയി. അൻവർ നിലമ്പൂരിൽ സമ്മേളനം നടത്തുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ പല വെളിപ്പെടുത്തലുകളും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ് ആയിരങ്ങൾ എത്തിയിരുന്നത്. എന്നാൽ അവർക്കെല്ലാം നിരാശയാണ് അൻവർ സമ്മാനിച്ചത്. അന്നേ വരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അതിന്റെ കാഠിന്യം കുറഞ്ഞു പറഞ്ഞതല്ലാതെ വേറൊന്നും തന്നെ അൻവർ പറഞ്ഞില്ല. എന്നാൽ അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം പതിയെ ഒന്ന് പുറകോട്ട് പിൻവലിഞ്ഞു. അൻവറിന് ഹീറോ വേഷം നൽകിയിരുന്ന സോഷ്യൽ മീഡിയകളെല്ലാം പിന്നീട് കാണാമറയത്തായി. എന്നാൽ ഇതിലേറെ വേദനാജനകമായത് പുതിയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ കൂടെ ഉണ്ടാകുമെന്നു കരുതിയ മലബാർ മുസ്ലിം നേതാക്കളുടെ തിരിച്ചടിയായിരുന്നു. KT ജലീൽ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. മലബാറിലെ മുസ്ലിം നേതാക്കളുടെ കൈപിടിച്ചുകൊണ്ട് ലീഗിന് ബദലായി ഒരു പാർട്ടി ഉണ്ടാക്കി മുൻപോട്ടു പോകാം എന്ന് കരുതിയ PV അൻവർ 2 സമ്മേളനങ്ങളോടെ ആഗ്രഹങ്ങളെല്ലാം മടക്കി ചാക്കിലാക്കേണ്ടി വന്നു. മഞ്ചേരിയിൽ നടത്താനിരുന്ന മഹാസമ്മേളനമാണ് ഇനി ആകെയുള്ള പ്രതീക്ഷ. പാർട്ടിയുടെ നയപ്രഖ്യാപനമായി മാറുന്ന ആ സമ്മേളനത്തിൽ 1 ലക്ഷം പേര് പങ്കെടുക്കും എന്നതായിരുന്നു അൻവർ പറഞ്ഞിരുന്നത്. എന്നാൽ നിലമ്പൂരിലെത്തിയ ജനത്തേക്കാൾ ഒരാളെപ്പോലും കൂടുതലായി കാണാൻ കഴിയില്ലെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. എല്ലാ അർത്ഥത്തിലും അൻവറെ എല്ലാവരും കൈവെടിയുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്.